നമസ്തേ ലോക സമസ്ത സുഖിനോ ഭവന്തു. ഞാൻ വിശ്വനാഥൻ, ഗുരുകുലം മായങ്കാവ് ദേവസ്ഥാന കളരി. ഇന്നിവിടെ പ്രതിപാദിക്കുന്ന മായോൽപത്തിയെക്കുറിച്ചാണ്. ശ്രീ സതീഷ് മായങ്കാവ് പുരാണ പാരായണത്തിലൂടെ മായോൽപത്തിയെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ പ്രതിപാദിച്ചിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി പ്രണവാക്ഷര മന്ത്രത്തിൽ നിന്നാണ്, ഓംകാര ശബ്ദത്തിൽ നിന്നാണെന്ന് പറയുന്നു. ആ ഓംകാര ശബ്ദത്തിൽ നിന്നും ഉത്ഭവിക്കുന്നത് അനേകം സൗരയുധങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആ സൗരയുധത്തിൽ സൂര്യചന്ദ്രന്മാർ തുടങ്ങി 9 ഗ്രഹങ്ങളും മറ്റു ഉപഗ്രഹങ്ങളും 14 ലോകങ്ങളും മറ്റനേകം നക്ഷത്രങ്ങളും സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഗാലക്സി എന്ന് പറയുമ്പോൾ ഇതിനുള്ളിൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു സൂര്യനും മറ്റൊരു ചന്ദ്രനും മറ്റു ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളൊക്കെയാണ്. എന്നാൽ ഇവിടെ നിഗമനം ചെയ്യുന്നത് ശരിക്കും അനേകം സൂര്യചന്ദ്രന്മാരുണ്ടെന്നാണ്, അനേകം ഗാലക്സികളുണ്ടെന്നാണ്. ഈ പ്രകൃതിയുടെ ഒരു നിർവചിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് നമുക്കൊന്നും നിർവചിക്കാൻ കഴിയില്ല. അതാണ് മായ. ശരിക്കും മായയ്ക്കാണ് ഇവിടെ പ്രാധാന്യം കൽപ്പിക്കുന്നത്. മായ ആദ്യത്തെ ജീവോൽപത്തി ഉണ്ടായത് തന്നെ ജലത്തിൽ നിന്നെന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ജീവോൽപത്തിയുടെ കാര്യത്തിൽ തുടക്കം കുറിക്കുന്ന ഈ പരിണാമ സിദ്ധാന്തം എന്ന് വേണം പറയാനായിട്ട്, അല്ലെ? പരിണാമ സിദ്ധാന്തം എങ്ങനെയാണ് ഡാർവിൻ്റെ സംഭാവനയാണെന്നൊക്കെയാണ് സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലേ? ശരിക്കും ഡാർവിൻ്റെ സംഭാവനയാണോ എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ പരിണാമ സിദ്ധാന്തത്തിന് ഒരു ഡെഫിനിഷൻ നമ്മുടെ പതഞ്ജലി മഹർഷി യോഗശാസ്ത്രങ്ങളിലൂടെ വിവരിക്കുന്നുണ്ട്. അദ്ദേഹം വിവരിക്കുന്നത് ഇങ്ങനെയാണ്: ജീവന്റെ ജലത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ആദ്യത്തെ ജീവിയാണ് മത്സ്യം. ആ മത്സ്യത്തിൽ നിന്ന് കൂർമ്മവും, കൂർമ്മത്തിൽ നിന്ന് വരാഹവും, വരാഹത്തിൽ നിന്നും പകുതി മനുഷ്യനും പകുതി മൃഗത്തിന്റെ രൂപമായ നരസിംഹവും, പിന്നെ അങ്ങനെ ശരിക്കും പറയുന്നത് ആദ്യത്തെ മനുഷ്യന്റെ രൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിമോകളെ താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. കാരണം 4 അടി മാത്രം പൊക്കമുള്ള വളരെ കുറുകിയ മനുഷ്യനായിട്ടുള്ള വാമനാവതാരം. പിന്നെ അത് കഴിഞ്ഞിട്ട് കല്ലുകളും മറ്റുമൊക്കെ ആയുധാക്കി കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള പരശുരാമ അവതാരം. പരശുരാമന് ശേഷം ശ്രീരാമാവതാരമാണ് നമ്മുടെ രാജ്യത്തിനെ എങ്ങനെ ഭരിക്കാമെന്നും യുക്തിയുക്തമായി അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലൊക്കെ എങ്ങനെ ഈ ഭരണത്തിൻ്റെ നൈപുണ്യം അങ്ങനെ കൊണ്ടുപോകാനും ജനഹിതമായി എങ്ങനെ ഭരിക്കാമെന്നൊക്കെ പഠിപ്പിച്ചിരുന്നത് ശ്രീരാമനാണ്. അത് കഴിഞ്ഞാൽ കർഷകർക്ക് ഏറ്റവും പ്രാധാന്യമേകുന്നത് കർഷക സമൂഹത്തിനാണ്. ഈ അന്നവും ആഹാരവും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ വേണ്ടേ? എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും പ്രധാന ആഹാരമാണ്. നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നത്, നമ്മളെല്ലാം നിലനിർത്തുന്ന ആഹാരമാണ്. ആഹാരത്തിൻ്റെ ഉത്ഭവം അല്ലെങ്കിൽ അതെങ്ങനെയെല്ലാം എടുക്കാൻ ജനങ്ങൾക്ക് എങ്ങനെയെല്ലാം ഉപകാരപ്പെടും. അങ്ങനെ അവിടെ ബലരാമൻ്റെ അവതാരം ഉണ്ടായി. കൽപ്പജയന്തി ബലരാമനുണ്ടായിരുന്നു. ആ ബലരാമൻ്റെ സോദരനായിട്ടുള്ള ശ്രീകൃഷ്ണ അവതാരം, അതേ കാലഘട്ടത്തിൽ തന്നെ ശ്രീകൃഷ്ണൻ്റെ അവതാരവും ജനങ്ങളുടെ എങ്ങനെ ഏത് രീതിയിൽ ഒരു മാനേജ്മെൻറ്റ് വിദഗ്ധനായിട്ടാണ് അദ്ദേഹം. ശരിയും തെറ്റൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട്, അല്ലേ? നമ്മളെല്ലാവരും ശരി തന്നെയാണോ ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ നമ്മൾ തെറ്റാണ് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ക്ഷമിക്കുന്നത് ശരിക്കും നമ്മളോട് തന്നെയാണ്, അല്ലേ? ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്നത് അത് നമ്മളോട് തന്നെ നമ്മൾ ആദ്യം ക്ഷമിക്കുള്ളൂ. മറ്റുള്ളവരുടെ തെറ്റിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കും, ആ തെറ്റിനെ വിമർശിക്കും, ശരിക്കും, അല്ലേ? അങ്ങനെയല്ലേ കണ്ടുവരുന്നത്. അപ്പോൾ നമ്മളോട് തന്നെ നമ്മളെപ്പോഴും ക്ഷമിക്കാൻ തയ്യാറാണ്. എന്നാൽ മറ്റുള്ളവരുടെ തെറ്റിനോട് നമ്മൾ ക്ഷമിക്കാൻ തയ്യാറല്ല. അത് ലോക സഹജമാണ്, എല്ലാ മനുഷ്യരുടെ ഇടയിലുള്ള ഒരു സ്വഭാവമാണ്. ഞാനായാലും അതിന് വ്യത്യസ്തനൊന്നല്ല. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് കാരണഭൂതയായിട്ടുള്ള ജഗത് ജനനി, ഇപ്പം നേരത്തെ പറഞ്ഞ സൗരയൂഥത്തിൽ ജഗത് ജനനിയുടെ ഉത്ഭവമാണ് ഉണ്ടായത്. ആ ജഗത് ജനനിയുടെ ഉത്ഭവത്തിൽ നിന്നും ആ ജഗത് ജനനിയുടെ സ്ഥൂല രൂപത്തിൽ നിന്നും ഒരു സൂക്ഷ്മരൂപം നമുക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഈ പ്രപഞ്ചത്തിനൊരു സ്ഥൂല രൂപമുണ്ട്, സൂക്ഷ്മരൂപമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സൂക്ഷ്മരൂപത്തെ കാണാം, എനിക്ക് എൻ്റെ സൂക്ഷ്മരൂപത്തെ കാണാം. അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ അച്ഛനമ്മയുടെ അടുത്തില്ലെങ്കിൽ അച്ഛനമ്മയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അച്ഛനമ്മയുടെ സൂക്ഷ്മരൂപം നമ്മുടെ മനസ്സിൽ തെളിയും, അല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആരാണ്, ഭാര്യയാണോ അല്ലെങ്കിൽ മകനാണോ മക്കളാണോ ആരാണെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെ അടുത്തില്ലെങ്കിൽ അവരെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ അവരുടെ സൂക്ഷ്മരൂപം കാണാം. അതുപോലെ വിദേശത്തൊക്കെ താമസിക്കുന്നവർക്ക് പ്രത്യേകിച്ച് നമ്മുടെ വീട് പരിസരമൊക്കെ നമുക്ക് കാണാൻ പറ്റും മനസ്സിൽ, അല്ലേ?
അതൊരു സൂക്ഷ്മ രൂപമാണ്. എന്നാൽ സ്ഥൂല രൂപം അവിടെ ഉണ്ട്. സ്ഥൂല രൂപം നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് സ്ഥൂല രൂപത്തെ നമ്മൾ പറയാം. അതുപോലെ തന്നെ ജഗജ്ജനനിയുടെ സ്ഥൂല രൂപത്തിന് ഒരു സൂക്ഷ്മ രൂപമാണ് മായ. മായയുടെ ഒരു ഡെഫിനീഷൻ തന്നെ ശ്രീ ശങ്കരാചാര്യരാണ് ശരിക്കും 13-ാം നൂറ്റാണ്ടിലാണ് ഒരു നിർവചനം ഉണ്ടായിരിക്കുന്നത് തന്നെ. അപ്പൊ മായ മാറ്റത്തിന്റെ അടിസ്ഥാന ദേവതയാണ്. ആ മായയിലൂടെ, ജഗജ്ജനനിയിലൂടെ മറ്റു പല ദേവതകൾ സൃഷ്ടിക്കപ്പെട്ടു. മറ്റു പല ദേവതകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു താളക്രമമുണ്ട്. ശരിക്കും പറയണേ, പ്രകൃതി മാതാവ് അത് ജഗജ്ജനനി തന്നെ, ലക്ഷ്മി, വൈഷ്ണവി, പിന്നെ അംബിക, ദുർഗ, ഭദ്രകാളി, ചണ്ഡി, ഗിരിജ, കൗമാരി, വരാഹി, ഇന്ദ്രാണി, സാംഭവി, പിന്നെ പര, അപര, ബ്രാഹ്മി, വിദ്യ, അവിദ്യ, അങ്ങനെ തുടങ്ങി മറ്റനേകം ദേവതാ സങ്കല്പങ്ങൾക്ക് മായയിലൂടെയാണ് സൃഷ്ടി ഉണ്ടായിരിക്കുന്നത് തന്നെ. മനസ്സിലായി? അപ്പോൾ ഇവിടെ ആദ്യം ഇവിടെ മറ്റൊരു ഇതാണ്, ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരിൽ നമ്മൾ പലപ്പോഴും ഒരു തർക്ക വിഷയമായി വരുന്ന ഒരു കാര്യമുണ്ട്. ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം. പല പുരാണങ്ങളും എങ്ങനെയാണ് നിർവഹിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം ബ്രഹ്മവിവർത്തക പുരാണത്തില് ബ്രഹ്മാവിനെ കുറിച്ചുള്ള ബ്രഹ്മാവാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന വ്യക്തി. വിഷ്ണു പുരാണത്തിൽ വിഷ്ണുവാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന വ്യക്തി. ശിവപുരാണത്തിൽ ശിവനാണ് ഏറ്റവും പ്രാധാന്യം. ദേവി മഹാത്മതി ദേവിക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആർക്കാണ് പ്രാധാന്യം? യഥാർത്ഥത്തിൽ എല്ലാവർക്കും പ്രാധാന്യമാണ്. എല്ലാവരും ഒന്നാണ്. ഈ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ എന്ന് പറഞ്ഞാൽ ഒന്നാണ്. ഞാൻ വിശ്വനാഥൻ ഗുരുകുലമാണ്. ഞാൻ ചിരിക്കുമ്പോൾ ഒരു രൂപം, കരയുമ്പോൾ മറ്റൊരു രൂപം, സന്തോഷിക്കുമ്പോൾ മറ്റൊരു രൂപം, അങ്ങനെ 9 ഭാവരൂപങ്ങൾ നമ്മളുണ്ട്. അപ്പോൾ അത് ഒന്നിന്റെ തന്നെ പല ഡെഫിനിഷനുകളാണ് ഇതൊക്കെ തന്നെ എന്നാണ് കാണിക്കുന്നത്. ഏകമേവ ദ്വിതീയം ബ്രഹ്മം, ഒന്നിൽ നിന്ന് തന്നെയാണ് രണ്ടായി കാണുന്നത്. ആ രണ്ടിനെ പലതായി നമ്മൾ കാണിക്കുകയാണ്. നമ്മളെ കാണിക്കുന്നത് ആ മായയാണ്. സത്യം പറയുകയാണെങ്കിൽ ആ മായയിലൂടെയാണ് നമ്മൾ പലതായിട്ട് കാണുന്നത്. ആ മായയാണ് നമുക്കിതെല്ലാം കാണിച്ചു തരുന്നത്. താൽക്കാലികമാണ് അല്ലെ? ഒരു സുസ്ഥിരമായ ഒരു ഭാവരൂപമല്ല മായയ്ക്ക്. നമ്മൾ ജനിച്ചപ്പോൾ എങ്ങനെയായിരുന്നു? അതിൽ നിന്ന് എത്രയോ മാറ്റങ്ങൾ വന്നു. നമ്മുടെ ഓരോ സൃഷ്ടിയിലും ഓരോ വളർച്ചയിലും നമുക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ മാറ്റത്തിന്റെ അടിസ്ഥാന ദേവതയാണ് മായ. പ്രകൃതിക്കൊരു ഗുണം, ആ പ്രകൃതി എന്ന വാക്കിന് തന്നെ ഒരു ഗുണമുണ്ട് അല്ലെ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ന വാക്കിന് ഒരു സത്വഗുണമാണ്. കൃ എന്ന വാക്കിന് തമോ ഗുണമാണ്. കൃ എന്ന വാക്കിന് രജോ ഗുണമാണ്. തീ എന്ന വാക്കിന് തമോ ഗുണമാണ്. അത് ഓരോ സത്വരജോ തമോ ഗുണങ്ങൾ സമന്വയിച്ചുകൊണ്ടാണ് ഈ പ്രകൃതിയുടെ ഉത്ഭവം തന്നെ ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. നമ്മളിൽ അത് അങ്ങനെ തന്നെയാണ്. വാതപിത്ത കവാദികൾ അത് സമന്വയമാണ്. അതിൽ നിന്ന് ഏറ്റക്കുറച്ചിൽ വരുമ്പോൾ നമുക്ക് രോഗാവസ്ഥയ്ക്ക് ഉണ്ടാവുന്നത് ശരിക്കും ചികിത്സ, ആയുർവേദ ചികിത്സ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ സത്വരജോ തമോ ഗുണങ്ങൾ ശരിയായിട്ട് ഉള്ള അനുപാതത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് രോഗാവസ്ഥയിൽ നിന്നും വിട്ടു നിൽക്കാം. നമുക്ക് അങ്ങനെ അധികരിച്ച രോഗങ്ങളൊന്നും വന്നു ചേരില്ല. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ നമുക്ക് ഈ പുരാണ പാരായണത്തിൽ, അതുപോലെ തന്നെ പുരാണത്തിന്റെ വിവർത്തനത്തിലൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം. എൻ്റെ അറിവിൽ ഉൾക്കൊള്ളുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് ഞാൻ മറുപടി തരും. കാരണം ഈ ചോദ്യോത്തരങ്ങളാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും മുന്നോട്ടുള്ള ഒരു പ്രയാണത്തിന് സുഗമമേകുന്നത്. തീർത്തും ഞാൻ അത് പരിപൂർണനല്ല എന്ന് എനിക്ക് വ്യക്തമായ ഒരു വിശ്വാസമുണ്ട്. എന്നാൽ ഒരുപാട് എന്നേക്കാൾ എത്രയോ അധികം അറിവുകളുള്ള ശ്രേഷ്ഠന്മാരായ വ്യക്തികളായിരിക്കും ഒരു പക്ഷേ ഇത് ശ്രവിക്കുക എന്ന് എനിക്കറിയാം. തെറ്റുകുറ്റങ്ങൾ പലതും സംഭവിക്കാം. പറഞ്ഞതിൽ തന്നെ ഒരു പക്ഷേ മാറ്റങ്ങൾ ഉണ്ടാവാം. ചെറിയ രീതിയിൽ അത്രയധികം വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ ഈ ഒരു രീതിയിൽ ഈ പ്രപഞ്ച സൃഷ്ടിയും ഒക്കെ നമുക്ക് പ്രപഞ്ച സൃഷ്ടിയുടെ ഭാഗമായിട്ടാണ് മായയുടെ പ്രാധാന്യം ഇവിടെ ഏറെയാകുന്നത്. മനസ്സിലായോ? അപ്പോൾ മായയ്ക്ക് പ്രാധാന്യം ഏറെ കൂടുന്നു നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ തന്നെ. ഇന്ന് സോഷ്യൽ മീഡിയ എടുത്ത് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, മായ എന്ന ആ മഹാസങ്കല്പത്തിന് എന്താ പറയുക, ചിത്ത വർത്തിഹീതി ചാത്തക, ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണത്. കാരണം ആ ചിത്തത്തിൽ വർത്തിക്കുന്ന ആ മഹാപ്രഭുവിന്
എത്ര ഡെഫിനേഷനുകൾ, എത്ര നിർവചനങ്ങൾ കൊടുത്താലും തീരില്ല. എത്ര പറഞ്ഞാലും തീരില്ല. അത്ര അധികം ഗുണഗണങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് വാത്തോരാതെ പറയാനുണ്ടായിരിക്കും. മായ ആരാധിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണങ്ങൾ അനവധി നിരവധിയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരരെ, അനാവശ്യമായ ചിന്തകളിലേക്ക് നമുക്കൊന്ന് പോകണ്ട. എല്ലാവരും ഇടയിലും നല്ലതും ചീത്തയായിട്ട് ചിന്തകളൊക്കെ ഉണ്ട്. പരമാവധി നമ്മൾ വിഷുമായി ആരാധിക്കുമ്പോൾ, വിഷുമായ സേവ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വളരെ ഏറ്റവും പ്രധാനമായി മുന്നോട്ട് കൊണ്ട് സ്നേഹം, സഹനം, ദയ, സത്യം, ജ്ഞാനം, ആനന്ദം, ആരോഗ്യം, ഐശ്വര്യം, സമ്പത്ത്, അതിലൂടെ നമുക്ക് വിജയം നേടാനായിട്ട് പറ്റും. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ ശ്രമിക്കാം.